തൃശൂർ യാത്രാ ഗ്രൂപ്പിന്റെ ഉത്തരമലബാർ യാത്ര അങ്ങനെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെത്തി. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിലെ മുഴക്കുന്ന് പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിന്റെ സൈഡിലുള്ള ക്ഷേത്രകവാടം കടന്ന് വീതി കുറഞ്ഞ വഴിയിലൂടെ നടന്ന് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. മൃദംഗരൂപിണിയായ ആദിപരാശക്തിയുടെ ക്ഷേത്രം. പരാശക്തി ഇവിടെ 3 ഭാവങ്ങളിൽ കുടികൊള്ളുന്നു. രൗദ്രരൂപിണിയായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ഭാവങ്ങൾ. സ്വർഗലോകത്ത് നിന്ന് സരസ്വതി ദേവി മൃദംഗരൂപത്തിൽ ഇവിടെ വന്നു പതിച്ചു എന്നാണ് വിശ്വാസം. മൃദംഗത്തിന് മിഴാവ് എന്നൊരു പേരുകൂടിയുണ്ട്. അങ്ങനെ ഈ സ്ഥലം മിഴാവ് കുന്ന് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അത് ലോപിച്ചാണ് മിഴാക്കുന്ന് എന്നും പിന്നെ മുഴക്കുന്ന് എന്നും പരിണമിച്ചത്. ക്ഷേത്രത്തിനകത്താണ് മൃദംഗം വന്ന് വീണ സ്ഥലം. അല്പം കുഴിഞ്ഞിരിക്കുന്ന ആ സ്ഥലം ദേവിയുടെ മൂലസ്ഥാനമാണ്. പുറ്റുകൊണ്ട് മൂടിയ നിലയിൽ അത് സ്ഥിതി ചെയ്യുന്നു. നമുക്ക് ഒന്ന് പ്രദക്ഷിണം വെച്ചു വരാം. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തെക്ക് കിഴക്കേ മൂലക്കായി സരസ്വതി മണ്ഡപം. വിവിധ കലകളുടെ അരങ്ങേറ്റം കുറിക്കുന്ന മണ്ഡപത്തിന്റെ മുകൾ തട്ട് മനോഹരമായ നിർമ്മിതി. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള മതിൽക്കെട്ടിന് നടുവിലായി മറ്റൊരു ഗോപുരം കാണാം. ഞാൻ അങ്ങോട്ട് നടന്നു. പാർത്ഥസാരഥി ക്ഷേത്രവും നാഗസ്ഥാനം, കിരാതമൂർത്തി എന്നീ ദേവതകളും ഗോപുരത്തിനപ്പുറത്തേക്ക് ചെന്ന് വേണം കാണുവാൻ. പഴശ്ശിരാജാവിന്റെ കുടുംബക്ഷേത്രമാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഗുഹാക്ഷേത്രമുണ്ടായിരുന്നു. പോർക്കലി ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. യുദ്ധത്തിൽ അസുരന്മാരെ നിഗ്രഹിച്ച് കലിപൂണ്ടു നിൽക്കുന്ന കാളിയായിരുന്നു അവിടുത്തെ പ്രതിഷ്ഠ. അവിടെ ഗുരുതി കഴിച്ച് കുലദൈവത്തെ പ്രാർത്ഥിച്ച ശേഷമാണ് പഴശ്ശിരാജ യുദ്ധത്തിന് പോയിരുന്നത്. ആ ക്ഷേത്രം നശിച്ച് അവശിഷ്ടങ്ങൾ കാണാം. അവിടെയാണ് ഇതാ പുതിയ ഒരു പോർക്കലി ക്ഷേത്രത്തിന്റെ നിർമ്മാണ ജോലികൾ തുടങ്ങിയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ അടിത്തറയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന് പുറകിലായി കാണുന്ന കൊട്ടാരം ഒന്ന് ശ്രദ്ധിക്കൂ. കോട്ടയം രാജാക്കന്മാരുടെ തകർക്കപ്പെട്ട കൊട്ടാരം പ്രതീകാത്മകമായി നിർമ്മിച്ചതാണ് ആ കാണുന്നത്. കുറച്ചു തെക്ക് ഭാഗത്തായി ശ്രീകൃഷ്ണ ഭഗവാന്റെ പാർത്ഥസാരഥി ക്ഷേത്രം പുതിയതായി നിർമ്മിച്ചിട്ടുണ്ട്. ആനപ്പള്ള മതിലിന്റെ ഓരം ചേർന്ന് ഞാൻ തെക്കോട്ട് നടന്നു. മരങ്ങൾ നട്ടുവളർത്തിയ ഒരു പച്ചത്തുരുത്ത്. അത് കഴിഞ്ഞ് എത്തുന്നത് ശാസ്താവിന്റെ ക്ഷേത്രത്തിലാണ്. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കു ദർശനമായി ശാസ്താവിന്റെ പ്രതിഷ്ഠ. വനശാസ്താവ് ആണ്, അതുകൊണ്ട് മേൽക്കൂരയില്ലാത്ത പ്രതിഷ്ഠയാണ്. ധന്വന്തരി ശാസ്താവിന്റെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശാസ്താക്ഷേത്രത്തിൽ തൊഴുത് എള്ളുതിരി കത്തിച്ച് നടന്നെത്തിയത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ. ഒരു ചെറിയ ക്ഷേത്രമാണ്. സഹസഞ്ചാരികൾ തൊഴുതു മടങ്ങുന്നുണ്ട്. സമീപത്തായി നാഗസ്ഥാനം സ്ഥാപിച്ചിട്ടുണ്ട്. മേൽക്കൂരയില്ലാത്ത ഇവിടെ നാഗരാജാവായ വാസുകിയുടെയും നാഗേഷിയുടെയും പ്രതിഷ്ഠകളും ചിത്രകൂടവും കാണാം. തൊട്ടുപുറത്തായി ഉപദേവതയായ വേട്ടക്കരന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. കോട്ടയം രാജാക്കന്മാരുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്ന പിണ്ടാരിക്കളരി കുറച്ചപ്പുറത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനടുത്ത് തന്നെ കുമാരധാര എന്നു പേരുള്ള ഒരു നീരുറവയുണ്ട്. അതീവ തണുപ്പുള്ള ആ നീരുറവയിൽ കുളിച്ചാൽ അവർ മരിച്ചുപോകും എന്നാണ് വിശ്വാസം. അഥവാ മരിച്ചുപോകാതെ രക്ഷപ്പെട്ടാൽ അങ്ങനെയുള്ളവർ പണ്ഡിതന്മാരായി തീരും എന്നാണ് പണ്ട് തുടങ്ങിയുള്ള അറിവ്. പ്രാർത്ഥനയ്ക്കു ശേഷം ഞാൻ തിരികെ ഗോപുരം ലക്ഷ്യമാക്കി നടന്നു. അതിഗംഭീരമായ ഓട്ടുവിളക്കാണ് ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 7 തട്ടിന്റെ ഓട്ടുവിളക്ക്. ഓട്ടുവിളക്ക് ക്ഷേത്രത്തിന്റെ പ്രൗഢി വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറി. ഇതാ ഇവിടെ വലിയ ഒരു ബലിക്കല്ല്. അത് കടന്നു ചെല്ലുമ്പോൾ സദാസമയവും പ്രകാശിച്ചു നിൽക്കുന്ന ദീപം ചൊരിഞ്ഞുകൊണ്ട് മാടമ്പി വിളക്ക്. ക്ഷേത്രപ്പടികൾ കടന്ന് അകത്തേക്ക് കയറി പ്രാർത്ഥിച്ച് വടക്കേ വാതിലിൽ കൂടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. വടക്കുവശത്തായി നെടുനീളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം ദേവസ്വം ഓഫീസും അത് കഴിഞ്ഞാൽ അന്നദാന മണ്ഡപവും ഇവിടെയാണ്.
ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും നടത്തിയ ആക്രമണങ്ങളിൽ കോട്ടയം രാജവംശം തോറ്റു തുന്നമ്പാടുകയും പോർക്കിലി ഗുഹാക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ മൃദംഗശൈലേശ്വരി ക്ഷേത്രവും വിഗ്രഹവും ആക്രമണത്തിൽ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. കാലക്രമേണ ക്ഷേത്രം നശിച്ചു പോവുകയും ക്ഷേത്രക്കുളം കാടുമൂടി പോവുകയും നിത്യപൂജ മുടങ്ങുകയും ചെയ്തു. 1907 മദ്രാസ് സർക്കാർ ഏറ്റെടുത്ത ക്ഷേത്രം 2008 മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലായി. കർണാടകയിലെ മുരുടേശ്വർ നിവാസിയായ സത്യനാരായണ ഭട്ടിനെ പൂജാരിയായി മലബാർ ദേവസ്വം ബോർഡ് നിയമിച്ചു. പൂജാരിക്ക് ശമ്പളം കൊടുക്കുന്നതിന് നിവൃത്തിയില്ലാതെ വന്നതിനാൽ ഒരു ലക്ഷദീപ സമർപ്പണം ജനങ്ങളുടെ സഹകരണത്തോടുകൂടി നടത്താൻ തീരുമാനിച്ചു. എന്നാൽ അന്നേ ദിവസം കനത്ത വേനൽ മഴയും ഇടിയും മിന്നലും സംഭവിക്കുകയും 100 ദീപം തെളിയുന്നതിന് മുമ്പേ തന്നെ ജനങ്ങളെല്ലാം ഭയചകിതരായി ഓടിമാറുകയും ദീപകാഴ്ച ദയനീയമായി മുടങ്ങുകയും ചെയ്തു. തുടർന്ന് ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിൽ ദേവപ്രശ്നം നടത്തുകയും കാടുമൂടിക്കിടക്കുന്ന ക്ഷേത്രക്കുളം വൃത്തിയാക്കിയാൽ ക്ഷേത്രത്തിന് അഭിവൃദ്ധിയുണ്ടാകുമെന്ന് പ്രശ്നത്തിൽ തെളിയുകയും ചെയ്തു. തുടർന്ന് ഭരണസമിതി ധനസമാഹരണം നടത്തി കുളം വൃത്തിയാക്കി മഴക്കാലത്ത് ശുദ്ധജലം നിറച്ചു. 3 തവണ ഈ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിക്കപ്പെട്ടുവെങ്കിലും മോഷ്ടാക്കൾക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെടുകയും ശാരീരിക അസ്വസ്ഥതകൾ സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് വിഗ്രഹം തിരികെ ക്ഷേത്രത്തിലേക്ക് 3 പ്രാവശ്യവും എത്തിച്ചേരുകയാണ് ചെയ്തത്. മോഷണത്തെ സംബന്ധിച്ച കേസ് ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ DGP അലക്സാണ്ടർ ജേക്കബ് സഫാരി TV ചാനലിലൂടെ ഈ വിഷയം വെളിപ്പെടുത്തിയതോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ക്ഷേത്രം പ്രസിദ്ധമാകുകയും ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് വർദ്ധിക്കുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഭക്തജനത്തിരക്കുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കിഴക്കേ കവാടത്തിലൂടെ പുറത്തേക്ക് നടന്നു. പുതിയ വാതിൽ, പുതിയ നിർമ്മാണ ശൈലി. ഇടത് ഭാഗത്തായി ഓഡിറ്റോറിയം. കോട്ടയം തമ്പുരാൻ ഓഡിറ്റോറിയം എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. നേരെ മുന്നിലായി വലിയ കുളം കാണാം. ചിറകെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന എന്റെ മുന്നിൽ സ്വർണ്ണ നിറമാർന്ന വിഗ്രഹം, സാക്ഷാൽ പഴശ്ശിരാജയുടെ ഒത്ത പ്രതിമ. ഒരിക്കൽ കൂടി മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തെ നോക്കിക്കണ്ട് ഞങ്ങൾ തിരികെ നടന്നു. അടുത്ത കാഴ്ചകൾക്ക് യാത്ര പോവാൻ തയ്യാറായി കിടക്കുന്ന ബസ്സിലേക്ക്. ആ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.